മൂവിയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് അപ്പൂപ്പന്മാർ ഒരു പ്ലെയിനും എടുത്ത് റോഡിൽ കൂടി ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അവർ ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കുറച്ച് മുന്നിലാണെങ്കിൽ ഒരു പോലീസുകാരൻ ആരെങ്കിലും ഓവർ സ്പീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പന്മാർ അതുവഴി പ്ലെയിനും ഓടിച്ചുകൊണ്ട് പോകുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരാൾക്ക് നമ്മുടെ അപ്പൂപ്പന്മാർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നതാണ്. വോൾട്ടർ എന്നാണ് ഈ പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മുടെ കഥയിലെ ഒരു ഹീറോ. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. വോൾട്ടർ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം അവനും അമ്മയും കൂടി അവന്റെ രണ്ട് അപ്പൂപ്പന്മാരെ കാണാൻ പോകുവാണ്. വോൾട്ടർ ആണെങ്കിൽ ആദ്യമായാണ് അവരെ കാണാൻ പോകുന്നത്. അവന് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, അവന്റെ അമ്മയുടെ നിർബന്ധമാണ്. അവന്റെ അമ്മയ്ക്ക് വോൾട്ടറിനെ അപ്പൂപ്പന്മാരുടെ അടുത്താക്കിയിട്ട് ഫോർട്ട് വർത്ത് കോളേജിൽ പഠിക്കാൻ പോകാൻ വേണ്ടിയാണ്. അവരുടെ പുതിയ ബോയ് ഫ്രണ്ട് ആണ് ഇത് സജസ്റ്റ് ചെയ്തത്. പിന്നെ വോൾട്ടറിന് അവന്റെ അമ്മയെ തീരെ വിശ്വാസമില്ല. അവർ ഇതിനു മുൻപും ഓരോ കള്ളം പറഞ്ഞ് വോൾട്ടറിനെ എവിടെയെങ്കിലും ആക്കിയിട്ട് മുങ്ങിയിട്ടുണ്ട്. അമ്മ അവനോട് പറയും, വർഷങ്ങളായിട്ട് അപ്പൂപ്പന്മാർ രണ്ടുപേരും മിസ്സിംഗ് ആയിരുന്നു, എന്നിട്ട് ഇപ്പോഴാണ് ടെക്സസിൽ ഒന്ന് കണ്ടുകിട്ടിയത്. പോരാത്തതിന് അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ മില്യൺ കണക്കിന് ഡോളേഴ്സ് ഉണ്ടെന്നുമാണ് പറഞ്ഞു കേൾക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും ചെക്കനെ വിട്ട് ആ പൈസ കൂടി തട്ടാനാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം. അത് വോൾട്ടറിന് അത്ര ഇഷ്ടമാവില്ല. അങ്ങനെ അവർ അവസാനം അപ്പൂപ്പന്മാരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ടുപിടിക്കും. ചെക്കൻ നോക്കുമ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഡേഞ്ചർ, എക്സ്പ്ലോസീവ്സ്, ന്യൂക്ലിയർ റേഡിയേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതെല്ലാം കണ്ടിട്ട് ചെക്കൻ അമ്മയോട് പറയും, നമുക്കൊന്ന് വിളിച്ചിട്ട് വരാമായിരുന്നു എന്ന്. എന്തായാലും അവർ ആ വീടിനടുത്തെത്തും. അവർ കാർ നിർത്തി ചെക്കൻ കാറിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കുറെ പട്ടികളും പന്നിയും ഒക്കെ വന്ന് ചെക്കനെ ഒന്ന് പൊതിയും. ഇത് കണ്ട് പേടിച്ചിട്ട് അവന് കാറിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ല. കുറച്ചു നേരം അവിടെ നിന്ന് ബഹളമൊക്കെ വെച്ചിട്ട് അവരവിടെ നിന്നും പോകും. അപ്പോ അമ്മയും വാൾട്ടറും കൂടി അപ്പൂപ്പന്മാർ അവിടുത്തെ ലേക്കിനടുത്ത് കാണുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകും. ലേക്കിനടുത്തെത്തി നോക്കുമ്പോൾ അപ്പൂപ്പന്മാർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് മീനെ വെടിവെച്ച് കളിക്കുമായിരിക്കും. അവരെ കണ്ട വാൾട്ടറിന്റെ അമ്മ, അങ്കിൾ ഹബ്, അങ്കിൾ ഗാർ, ഞാനായത് മേ എന്ന് പറയും. അത് കേട്ട് ഗാർത്ത് ഹബിനോട് ചോദിക്കും, നീ ഏതെങ്കിലും ഹുക്കറിനോട് വരാൻ പറഞ്ഞിരുന്നോ എന്ന്. അപ്പൂപ്പന്മാർ കൊള്ളാമല്ലോ, അങ്ങനെ ഇതിന് എന്ത് മാരണമാണോ എന്ന് പറഞ്ഞ് അപ്പൂപ്പന്മാർ നോക്കി നിൽക്കുമ്പോൾ വോൾട്ടറിന്റെ അമ്മ പറയും, ഞാൻ പേളിന്റെ മകളാണ്. അപ്പോഴും അപ്പൂപ്പന്മാരവിടെ, ഏത് പേള്, നീ ഏതാടി കൊച്ചെ എന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ടാവും. എന്തായാലും റിലേറ്റീവ്സ് ആണെന്ന് അവർക്ക് മനസ്സിലാകും. അവർ പറയും, ഞങ്ങൾ ഇവിടെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ, ഒന്നാമതേ വയസ്സായി, അതിന്റെ കൂടെ സമ്മർ മുഴുവൻ നിന്റെ മകനെ കൂടി നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവർ വീടിനകത്തേക്ക് കയറി പോകും. അപ്പോൾ വാൾട്ടറിന്റെ അമ്മ അവനെ പുറത്തു നിർത്തിയിട്ട് അപ്പൂപ്പന്മാരെ കൺവിൻസ് ചെയ്യാൻ കൂടെ കയറി പോകും. അവസാനം വോൾട്ടറിനെ അവിടെ നിർത്താൻ ഹബും ഗാർസും സമ്മതിക്കും. അപ്പൊ എന്തായാലും കോളേജിൽ പോകാനാണെന്നും പറഞ്ഞ് അവർ വാൾട്ടറിനെയും കൺവിൻസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ അപ്പൂപ്പന്മാരെയും കൺവിൻസ് ചെയ്തു. വാൾട്ടറിന്റെ അമ്മ ഒരു കില്ലാടി തന്നെ. അങ്ങനെ വാൾട്ടറിനെ ഹബിന്റെയും ഗാർത്തിന്റെയും അടുത്താക്കി അവന്റെ അമ്മ അവിടെ നിന്ന് പോകും. അപ്പൂപ്പന്മാരും വാൾട്ടറും കൂടി വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വാൾട്ടർ ചോദിക്കും, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ അമ്മ ഫോൺ വിളിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന്. അപ്പോ അപ്പൂപ്പൻ പറയും, ഇവിടെ അതിന് ഫോണൊന്നും ഇല്ലെന്ന്. എങ്കിൽ ശരി, ഞാൻ പോയി TV കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, അതിനിവിടെ TVയും ഇല്ലെന്ന്. ശുഭം. ഇതെല്ലാം കേട്ട് വാൾട്ടർ ചോദിക്കും, അപ്പൊ നിങ്ങൾ സമയം പോകാൻ എന്താ ചെയ്യുന്നതെന്ന്. അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാർ വരും. കാറിൽ വന്നയാൾ ഇറങ്ങിയിട്ട് പറയും, നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടെന്നാണ് പുറത്തെ റൂമർ. എങ്കിൽ പിന്നെ നിങ്ങൾക്കതെല്ലാം ഒരു ഹൈ റിട്ടേൺസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആയ ഗോൾഡിലും സിൽവറിലും ഇട്ടൂടെ എന്ന്. ഇതെല്ലാം കേട്ട് നമ്മുടെ അപ്പൂപ്പന്മാർ ഒന്ന് മുഖത്തോട് മുഖം നോക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി അവരുടെ തോക്കെടുത്ത് അങ്ങോട്ട് വെടിവെപ്പ് തുടങ്ങും. പൈസ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ വന്നവൻ ജീവനും കൊണ്ട് ഓടുക അവിടെ നിന്ന്. വോൾട്ടർ ആണെങ്കിൽ എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായേ എന്ന പോലെ നോക്കി നിൽക്കും. അവിടെ നടന്നതിന്റെ ഷോക്ക് മാറുന്നതിന് മുന്നേ അടുത്തവൻ വരും കാറുമായിട്ട്. ഇവൻ ഇനി എന്ത് വിൽക്കാനാണോ വന്നേ. എന്തായാലും എന്താ നടക്കാൻ പോണെന്ന് വോൾട്ടറിന് മനസ്സിലായി. അണ്ണൻ കാറിൽ നിന്ന് വന്നിറങ്ങി തൊപ്പി ഊരുന്നതിന് മുമ്പേ അപ്പൂപ്പന്മാര് വെടിവെപ്പങ്ങ് തുടങ്ങും. പിന്നെ നമ്മൾ കാണുന്നത് ആ കാറ് പോണതിന്റെ പുക മാത്രമാണ്. ഭാഗ്യം തീർന്നു എന്ന് പറഞ്ഞ് വോൾട്ടർ നോക്കുമ്പോൾ ദേ അടുത്തവൻ വരുന്നു. പുള്ളിയെയും അപ്പൂപ്പന്മാര് പേടിപ്പിച്ച് ഓടിക്കും. ഇപ്പൊ വോൾട്ടറിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, എന്നും അവരവിടെ എന്താ ചെയ്യുന്നതെന്ന്. അന്ന് രാത്രി വോൾട്ടറിനോട് ആ വീടിന്റെ മുകളിൽ കിടന്നോളാൻ അപ്പൂപ്പന്മാര് പറയും. ചെക്കനാണെങ്കിൽ ഇരുട്ടത്ത് പേടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൂപ്പന്മാർ രണ്ടുപേരും അവനോട് ഒരു കാര്യം കൂടി പറയും, നമ്മൾ രണ്ടുപേരും കിളവന്മാരായി കഴിഞ്ഞു, അതുകൊണ്ട് രാത്രി എങ്ങാനും രണ്ടും തട്ടിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് നീയേ ഉള്ളെന്ന്. അതും കൂടി കേട്ട് ചെക്കൻ പേടിച്ച് മുകളിലേക്ക് കയറി പോകും. അപ്പൂപ്പന്മാർക്ക് എന്തായാലും വോൾട്ടർ ഒരു പാവമാണ്, വലിയ ശല്യമൊന്നുമില്ല എന്ന് മനസ്സിലാവും. ചെക്കനാണെങ്കിൽ ഇരുട്ടത്ത് വിളക്കം പിടിച്ച് മുകളിൽ കയറി പോകും. റൂമിൽ ചെന്ന് പെട്ടിയെടുത്ത് ബെഡിലേക്ക് ഇടുമ്പോൾ മനസ്സിലാകും അങ്ങോട്ടേക്ക് ആള് കയറിയിട്ട് കുറച്ചായെന്ന്. എന്തായാലും ചെക്കൻ ബ്രഷ് ബിഫോർ ബെഡിന്റെ ആളായതുകൊണ്ട് വെള്ളം പോലും ഇല്ലാതെ പല്ലൊക്കെ തേക്കും. പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ ഒരു വലിയ പെട്ടി കാണും. ഇനി ഇതിലാണോ മില്യൻസ് ഇരിക്കുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് പൂട്ടിയിട്ടേക്ക് പോകും. എന്നാ പിന്നെ കിടക്കാമെന്ന് വെച്ച് ബെഡിൽ കയറി കിടക്കുമ്പോഴാ വിളക്കണച്ചില്ലെന്ന് കണ്ടത്. അത് അണയ്ക്കാൻ വേണ്ടി കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കട്ടിലിന്റെ സൈഡിൽ നിന്നും ഒരു താക്കോല് താഴേക്ക് വീഴും. അവൻ അതെടുത്ത് ആ പെട്ടി തുറക്കും. എന്നിട്ട് നോക്കുമ്പോൾ
നോക്കുമ്പോ എന്താ കണ്ടേ? ഒന്നുമില്ല, വെട്ടി നിറച്ച് മണലായിരുന്നു. വാൾട്ടർ ആ മണല് മാറ്റി നോക്കുമ്പോൾ അതിൽ നല്ല ചന്തമുള്ള ഒരു ചേച്ചിയുടെ ഫോട്ടോ കാണും. ചെക്കൻ അതെടുത്ത് നോക്കും. ഇഷ്ടായി. അത് നോക്കി ഇങ്ങനെ മിഴിച്ചു നിൽക്കുമ്പോൾ താഴെ ആരോ കതക് തുറക്കുന്ന സൗണ്ട് കേൾക്കും. നമ്മുടെ ഹബ്ബ് അപ്പൂപ്പൻ ഒരു പ്ലഞ്ചറുമായിട്ട് പുറത്തേക്ക് പോകുന്നത് കാണും. അങ്ങനെ വാൾട്ടർ പതിയെ ഇറങ്ങി പുറകെ പോകും. പോയി നോക്കുമ്പോൾ ദേ പുള്ളി അവിടുത്തെ കുളത്തിന്റെ കരയിൽ പോയി നിന്ന് ആ പ്ലഞ്ചർ എടുത്ത് വെച്ച് വാൾപ്പയറ്റ് നടത്തുന്നു. സംഭവം പുള്ളിക്ക് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ വലിയൊരു ഓഡിയൻസ് തന്നെ ഉണ്ട്. അവിടുത്തെ പട്ടികളും വാൾട്ടറും പിന്നെ അവിടുത്തെ പന്നിക്കുട്ടിയുമെല്ലാം. അവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയായിരിക്കുമല്ലോ. ഹബ്ബാണെങ്കിൽ അവിടെ വൻ യുദ്ധം, വെള്ളത്തിലൊക്കെ ഇറങ്ങി അടി. എന്തായാലും വാൾട്ടറും ടീമും രാത്രി അവിടെ കിടന്നുറങ്ങിപ്പോകും. ഹബ്ബാണെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് എപ്പോഴാ അകത്ത് പോയെന്ന് പോലും അറിയില്ല. രാവിലെ ചെക്കൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകും. കൂടെ അവന്റെ ടീമും ഉണ്ട്. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗാർത്തും വാൾട്ടറും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹബ്ബ് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും, പുതിയ മാട്രസ് മേടിച്ചിട്ട് പോലും രാവിലെ എഴുന്നേക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ രാത്രി മുഴുവൻ വാൾപ്പയറ്റ് നടത്തി കഴിഞ്ഞാൽ ക്ഷീണം കാണാതിരിക്കുമോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അപ്പൂപ്പന്മാർ രണ്ടുപേരും കൂടി ചെറിയ കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ കിളച്ചിടുമായിരിക്കും. പക്ഷെ ഹബ്ബ് എനിക്കൊന്നും വയ്യെന്നും പറഞ്ഞ് മൺവെട്ടിയും കളഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പൊ അവിടേക്ക് ഒരു കാറ് വരും. അതിൽ അപ്പൂപ്പന്മാരുടെ മില്യൻസ് അടിച്ചു മാറ്റാൻ വന്ന വേറെ ഏതോ റിലേറ്റീവ്സ് ആണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഹബ്ബും ഗാർത്തും അവരെ മൈൻഡ് ആക്കാതെ വീട്ടിൽ കയറി പോകും. അപ്പോഴാണ് ഈ വന്നവര് വാൾട്ടറിനെ ശ്രദ്ധിക്കുന്നത്. അവര് ചോദിക്കും, നീ ഏതാന്ന്? അപ്പോ വാൾട്ടർ പറയും, ഞാൻ മേയുടെ മകനാണെന്ന്. എന്തായാലും വാൾട്ടർ അവിടെ നിന്ന ഈ മില്യൻസ് എല്ലാം അവർക്ക് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് അവർ നമ്മുടെ അപ്പൂപ്പന്മാരുടെ അടുത്ത് പോയി വാൾട്ടറിനെയും അവന്റെ അമ്മയെയും പറ്റി കുറെ കള്ളക്കഥ പറയാൻ തുടങ്ങും. വാൾട്ടറിന്റെ അമ്മ അവനെ കളഞ്ഞിട്ട് പോയതാ, അവരിനി വരാനൊന്നും പോണില്ല, ഇവൻ നിങ്ങളുടെ തലയിലാകും എന്നൊക്കെ പറയും. ഇത് അങ്ങോട്ട് വന്ന് നമ്മുടെ ചെക്കൻ കേൾക്കും. അവനൊന്ന് പേടിക്കും. അവർ പറയുന്ന കള്ളത്തരമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വാൾട്ടറിനെ കണ്ട്, നീ വലിയൊരു സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കാറൊക്കെ ആയോ എന്ന് ചോദിച്ചെന്ന് പിടിക്കും. വാൾട്ടർ ആണെങ്കിൽ അയാളുടെ കാലിനിട്ടൊരു തട്ടും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഓടി ഓടി അവനൊരു ടെലിഫോൺ ബൂത്തിൽ പോകും. എന്നിട്ട് അവന്റെ അമ്മ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കോളേജിൽ വിളിക്കും. എന്റെ അമ്മയോട് സംസാരിക്കണം, എമർജൻസി ആണെന്ന് പറയും. വാൾട്ടർ അവർക്ക് അവന്റെ അമ്മ അഡ്മിഷൻ എടുക്കാൻ ചാൻസ് ഉള്ള 3-4 പേരെങ്കിലും പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ ഒരു പേരിലും അവിടെ ആരും പഠിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് കുറച്ചു നാളായി പുതുതായി ആരെയും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്തായാലും തേച്ചെന്ന് വാൾട്ടറിന് മനസ്സിലാകും. അവൻ വിഷമിച്ച് അവിടെ ഇരിക്കും. രാത്രിയായിട്ടും ചെക്കനെ കാണാഞ്ഞിട്ട് അപ്പൂപ്പന്മാര് അവനെ തിരക്കി വരും. അവര് നോക്കുമ്പോൾ ചെക്കൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണും. അവനാണെങ്കിൽ അവിടെ ഒരു മാപ്പൊക്കെ പിടിച്ചിരിക്കുമായിരിക്കും. അത് കണ്ട് ഗാർത്ത് ചോദിക്കും, അടുത്തത് എങ്ങോട്ടാ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യുവാണോ എന്ന്. അതിന് ചെക്കൻ മോണ്ടാനയിലേക്ക് പോകാനാണ് പ്ലാൻ എന്ന് പറയും. അപ്പോൾ ഗാർത്ത് വീണ്ടും ചോദിക്കും, എങ്കിൽ പിന്നെ നിനക്ക് അമ്മ പഠിക്കുന്ന കോളേജിലുള്ളടത്തേക്ക് പൊക്കൂടെ എന്ന്. അത് കേട്ട് കരഞ്ഞുകൊണ്ട് വാൾട്ടർ പറയും, അമ്മ കള്ളം പറഞ്ഞതാ, വീണ്ടും എന്നെ പറ്റിച്ചെന്ന്. പാവം, ചെക്കനെ പറ്റിക്കുന്നത് അപ്പോൾ ഇത് ആദ്യമല്ല. എന്തായാലും അപ്പൂപ്പന്മാര് രണ്ടുപേരും കൂടി വാൾട്ടറിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം രാവിലെ എല്ലാവരും കൂടി വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ അപ്പൂപ്പന്മാരെ വെടിവെച്ച് ഓടിച്ച ഒരു സെയിൽസ്മാൻ പുതിയ എന്തോ സാധനവുമായിട്ട് വരും. പുള്ളി വന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഒരു വെള്ള തുണിയൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറയും, വെടിവെക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് വന്നേക്കുന്നതെന്ന്. അപ്പോൾ വാൾട്ടർ അപ്പൂപ്പന്മാരോട് പറയും, നമുക്ക് എന്താ എന്ന് നോക്കാം, എന്നിട്ട് വെടിവെച്ച് ഓടിക്കാമെന്ന്. ചെന്ന് നോക്കുമ്പോൾ ഷൂട്ടിംഗ് പ്രാക്ടീസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിലൊരു ഡിസ്ക് വെച്ചിട്ട് അതിനെ ദൂരേക്ക് അടിച്ച് പറത്താൻ പറ്റും. എന്നിട്ട് അതിൽ വെടിവെച്ച് കൊള്ളിക്കണം. നിങ്ങൾ ഈ സാധനം ഇതിനു മുന്നേ വേറെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈച്ച സിനിമയിൽ വില്ലന്റെ ഇൻട്രോ സീനിൽ കാണിക്കും ഇതിന്റെ ഒരു മോഡേൺ വെർഷൻ. എന്തായാലും സാധനം അപ്പൂപ്പന്മാർക്ക് ഇഷ്ടമാവും. അപ്പൊ നമ്മുടെ വലിഞ്ഞു കയറി വന്ന റിലേറ്റീവ്സ് പറയും, ഇതൊന്നും വാങ്ങണ്ട, ഇതൊക്കെ വേസ്റ്റ് ആണ്, മാത്രമല്ല എന്റെ പിള്ളേർ നിൽക്കുന്നിടത്ത് ഞാനത് സമ്മതിക്കില്ലെന്ന്. അപ്പൂപ്പന്മാരാണെങ്കിൽ അതൊരു അവസരമായി എടുത്തിട്ട് പറയും, എങ്കിൽ നിൽക്കണ്ട, വിട്ടോളാൻ. പാവം, അത് ഹർട്ടായി. അവരുടനെ തന്നെ മക്കളെയും ഭർത്താവിനെയും വിളിച്ച് അവിടുന്ന് പോകും. ശല്യം പോയല്ലോ എന്ന് വെച്ച് എല്ലാവരും ഹാപ്പി. ഷൂട്ടിംഗ് പ്രാക്ടീസ് മെഷീനൊക്കെ വെച്ച് ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളും. അന്ന് രാത്രിയും നമ്മുടെ ചെക്കൻ കിടക്കുന്നതിന് മുന്നേ പെട്ടിയിൽ കണ്ട ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് നോക്കും. ആ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഹബ്ബു വീണ്ടും ഉറക്കത്തിൽ നടന്ന് പുറത്തേക്ക് പോകുന്നത് കാണും. അവൻ പുള്ളിയുടെ കൂടെ പോകും. എന്നിട്ട് പുള്ളിയെ തട്ടി വിളിക്കാൻ നോക്കുമ്പോൾ ഗാർത്ത് അവനെ തടയും. എന്നിട്ട് പറയും, ഒരു വട്ടം ഞാൻ അവനെ വിളിക്കാൻ നോക്കിയിട്ട് അവൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് പുള്ളി ഉണരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് അവർ രണ്ടുപേരും കൂടി ഹബ്ബിന്റെ അടുത്ത് തന്നെ നിൽക്കും. വോൾട്ടർ ചോദിക്കും, പുള്ളിക്ക് എന്താ ഇങ്ങനെയെന്ന്. അതിന് ഗാർത്ത് പറയും, ചിലരുടെ ശരീരത്തിന് മാത്രമേ പ്രായം വയ്ക്കൂ, മനസ്സ് ചെറുപ്പമായിരിക്കും, അതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിലെ സ്പിരിറ്റ് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് വോൾട്ടർ ചോദിക്കും, പുള്ളി ആരെയോ തിരയുന്ന പോലെയുണ്ടല്ലോ, ആരെയാന്ന്. അതിന് ഗാർത്ത് പറയും, അവൻ അവളെയാ തിരയുന്നത്, ജാസ്മിനെ. അപ്പൊ വാൾട്ടറിന് അവരുടെ പഴയ കഥ കേൾക്കാൻ ഒരാഗ്രഹം തോന്നും. അങ്ങനെ ഗാർത്ത് അവരുടെ കഥ പറയാൻ തുടങ്ങും. 1914 ഹബ്ബും ഗാർത്തും കൂടി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഫ്രാൻസിലേക്ക് വരും. ആ സമയത്താണ് ജർമ്മനി
ഫ്രാൻസിനെ ഇൻവേഡ് ചെയ്യുന്നത്. പക്ഷേ ഹബ്ബും ഗാർത്തും ജർമ്മൻസിന് ഒരു പടി മുന്നിലായി സ്ഥലങ്ങളെല്ലാം കണ്ടു തീർക്കും. അവസാനം അവർ മാർസൈലീസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നായിരുന്നു അവർക്ക് തിരിച്ചു പോകാനുള്ള ഷിപ്പ്. അവിടുത്തെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഹബ്ബ് ഗാർത്തിനോട് പറയും നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമെന്ന്. അങ്ങനെ അവരവിടെ ഒരു ക്ലബിൽ പോകും. എന്നിട്ട് ഹബ്ബ് കുറച്ച് ഫ്രഞ്ച് സോൾജേഴ്സ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആകും. അവരുടെ കൂടെ ഡ്രിങ്ക് ഒക്കെ ചെയ്യും. ഡ്രിങ്ക് ചെയ്ത് അവരുടെ ബോധം പോകും. ഉണരുമ്പോഴോ അവരൊരു കപ്പലിലായിരിക്കും. ആ കപ്പലാണെങ്കിൽ ഫ്രഞ്ച് ഫോറിൻ ലീജിയന്റെയും, അത് പോണതാണെങ്കിൽ നോർത്ത് ആഫ്രിക്കയിലോട്ടും. അങ്ങനെ ഹബ്ബും ഗാർത്തും അവര് പോലും അറിയാതെ അധോലോകമായി മാറിക്കഴിഞ്ഞിരുന്നു. നോർത്ത് ആഫ്രിക്കയിലാണെങ്കിൽ ആ സമയം വൻ യുദ്ധം. പക്ഷേ ഗാർത്തിന് ഒന്നും പറ്റാതെ നോക്കിക്കോളാമെന്ന് ഹബ്ബ് വാക്ക് കൊടുക്കും. ഒരുപാട് വട്ടം ഹബ്ബ് ഗാർത്തിനെ രക്ഷിച്ചു. ഒടുവിൽ യുദ്ധം കഴിഞ്ഞു. പിന്നെ അവിടെ വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗാർത്ത് ഫോറിനേഴ്സിന്റെ സഫാരി ഗൈഡാവും. ഹബ്ബിനാണെങ്കിൽ ആ ജോലിയിൽ ഒരു ത്രില്ല് തോന്നാത്തത് കൊണ്ട് പുള്ളി അപ്പോഴത്തെ ഗവൺമെന്റിന്റെ കൂടെ ചേർന്ന് സ്ലേവ് ട്രേഡ് നിർത്താനുള്ള ജോലി ഏറ്റെടുക്കും. ഹബ്ബിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ഹബ്ബ് ഒറ്റയ്ക്ക് 20 പേരെ വേണമെങ്കിലും അടിച്ചിടുമായിരുന്നു എന്ന് ഗാർത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹബ്ബ് പെട്ടെന്ന് ഉണരും. എന്നിട്ട് വോൾട്ടറിനോടും ഗാർത്തിനോടും ചോദിക്കും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക എന്ന്. അതിന് ഗാർത്ത് പറയും നമ്മളിങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഓരോന്ന് പറഞ്ഞിരിക്കുക എന്ന്. അത് കേട്ട് ഹബ്ബ് ചോദിക്കും നിങ്ങൾക്കൊന്നും ഒരു തുള്ളി ബോധം പോലും ഇല്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന്. നല്ല ആള് തന്നെ പറയുന്നത്. അങ്ങനെ കഥ പറച്ചിലൊക്കെ നിർത്തി രണ്ടുപേരും കിടക്കാൻ പോകും. അടുത്ത ദിവസം രാവിലെ തന്നെ 3 പേരും കൂടി കൃഷി ചെയ്യാൻ വേണ്ട വിത്തൊക്കെ ഒരു സെയിൽസ്മാന്റെ അടുത്ത് നിന്ന് വാങ്ങി അതൊക്കെ തരം തിരിച്ച് നടും. കോൺ, ക്യാരറ്റ്, പൊട്ടാറ്റോ, ടൊമാറ്റോ, അങ്ങനെ. ഇതിനിടയ്ക്ക് ഒരു ദിവസം വോൾട്ടറിന് അവന്റെ അമ്മയുടെ ഒരു കത്ത് വരും. അതിലാണെങ്കിൽ അവരോട് ഭയങ്കര പഠിത്തമാണ്, സമയം കിട്ടാറില്ല എന്നൊക്കെ തള്ളിയേക്കുന്നു. കത്തിലെ അഡ്രസ്സ് നോക്കിയപ്പോഴോ ലാസ് വേഗാസ്. നൈസ്. വോൾട്ടറിന് പക്ഷേ അത് നല്ല വിഷമമാവും. എന്നാൽ അപ്പൂപ്പന്മാരുടെ കൂടെ ചേർന്ന് കൃഷിയൊക്കെ ആയിട്ട് പോകും. ചെടികൾ കുറച്ചുകൂടി വളർന്നപ്പോൾ വോൾട്ടറിന് കണ്ടിട്ട് ഒരു പന്തികേട് തോന്നും. അവൻ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. സംഭവം എല്ലാം കോൺ ചെടിയുടെ വിത്തായിരുന്നു. ചുമ്മാതല്ല അപ്പൂപ്പന്മാർ വരുന്ന സെയിൽസ്മാൻമാരെ എല്ലാം വെടിവെച്ച് ഓടിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയല്ലോ എന്ന് വെച്ച് നോക്കി നിൽക്കുമ്പോൾ ഒരു ഹോൺ കേൾക്കും. അത് കേട്ടുടനെ അപ്പൂപ്പന്മാര് അങ്ങോട്ടേക്ക് പോകും. വോൾട്ടർ നോക്കുമ്പോൾ വഴിയിൽ നിന്ന് ഒരു ജിറാഫിന്റെ തല പൊങ്ങി വരുന്നു. അവന് എന്താ സംഭവം എന്ന് നോക്കി അങ്ങോട്ടേക്ക് ചെല്ലും. സംഭവം അപ്പൂപ്പന്മാർ അവർക്ക് കളിക്കാൻ ഒരു പെറ്റിനെ വാങ്ങിയതാ. ചെറിയൊരു ജീവിയെ, ഒരു സിംഹത്തിനെ. സിംഹം വന്നുടനെ അപ്പൂപ്പന്മാർ പോയി ഡ്രസ്സൊക്കെ മാറി തോക്കൊക്കെ ആയിട്ട് വരും. ഡെലിവറിക്കാര് അവർ കൊണ്ടുവന്ന സിംഹത്തിനെയും അവിടെ ആക്കിയിട്ട് പോകും. അപ്പൂപ്പന്മാര് വോൾട്ടറിനോട് പറയും നമ്മൾ പറയുമ്പോ നീ ആ കൂട് തുറന്നിട്ട് മാറിക്കോളാനെന്ന്. അവര് രണ്ടുപേരും കൂടി തോക്കുമായിട്ട് കൂട് തുറന്നുടനെ ചാടി വരുന്ന സിംഹത്തിനെ വെടിവെക്കാൻ വേണ്ടി റെഡിയായി നിൽക്കും. ചെക്കൻ പേടിച്ച് ചെന്ന് കൂട് തുറക്കും. പക്ഷെ നോക്കുമ്പോ സിംഹവും ചാടി വരില്ല, ഒന്നും ചാടി വരില്ല. സിംഹത്തിനെ നോക്കുമ്പോ ഇന്നിനി ചാടാൻ വയ്യ, നാളെ ആവട്ടെ എന്ന ഭാവത്തിൽ കിടക്കുന്നുണ്ടാവും. സംഭവം അവര് വാങ്ങിയത് ടൈം ചെയ്ത ഒരു സിംഹത്തിനായിരുന്നു, ഏതോ സർക്കസിലുണ്ടായിരുന്നത്. പാവം ഹബ്ബിന്റെ സിംഹത്തിനെ വേട്ടയാടാനുള്ള പ്ലാനൊക്കെ പൊളിയും. ഇങ്ങനെ കിടക്കുന്ന സിംഹത്തിനെ ഹണ്ട് ചെയ്യാൻ ഒരു സുഖമില്ലെന്ന് അപ്പൂപ്പന്മാര് പറയും. അപ്പോ വോൾട്ടർ പറയും എങ്കിൽ പിന്നെ അതിനെ ഞാൻ വളർത്തിക്കോളാമെന്ന്. അങ്ങനെ വോൾട്ടർ ആ സിംഹത്തിനെ നോക്കും. വോൾട്ടർ അതിന് ജാസ്മിൻ എന്ന് പേരിടും. അത് കേട്ട് ഹബ്ബിന് ദേഷ്യം വരും. അടുത്ത ദിവസം സിംഹത്തിന് തിന്നാനുള്ള പെറ്റ് ഫുഡ് പോലെ എന്തോ സാധനം വാങ്ങാൻ 3 പേരും കൂടി അവിടുത്തെ മാർക്കറ്റിലേക്ക് പോകും. എന്നിട്ട് ജാസ്മിന് ഫുഡ് വാങ്ങി അത് ട്രക്കിൽ ഹബ്ബ് ഒറ്റയ്ക്ക് ലോഡ് ചെയ്യും. ശേഷം വണ്ടിയിൽ കയറാൻ വരുമ്പോഴേക്കും ഹബ്ബിന്റെ ബോധം പോകും. അവർ പെട്ടെന്ന് തന്നെ പുള്ളിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ ഹബ്ബിന് എന്തായി എന്നറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വോൾട്ടർ ഗാർത്തിനോട് ബാക്കി കഥ പറയാൻ പറയും. അങ്ങനെ ഗാർത്ത് ബാക്കി കഥ പറയും. ഹബ്ബ് ഒരു വട്ടം രക്ഷിച്ച അടിമ പെൺകുട്ടികളിൽ ഒരു രാജകുമാരിയുടെ തോഴിയും ഉണ്ടായിരുന്നു. അവൾ രക്ഷപ്പെട്ടു ചെന്ന് രാജകുമാരിയോട് അവളെ രക്ഷിച്ച ആ അമേരിക്കൻ യോദ്ധാവിന്റെ കഥ പറയും. കഥ കേട്ട് രാജകുമാരിക്ക് ആ അമേരിക്കൻ യോദ്ധാവിനെ എന്തായാലും കാണണമെന്ന് പറയും. ഇതാണ് നമ്മുടെ ജാസ്മിൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഹബ്ബ് ഇങ്ങനെ കടൽ തീരത്തൂടെ കുതിര ഓടിച്ചു പോകുമ്പോൾ എവിടെ നിന്നോ മുഖം മൂടിയിട്ട ഒരാൾ അങ്ങോട്ടേക്ക് കുതിരപ്പുറത്ത് വരും. അവർ തമ്മിൽ മത്സരമാവും. മുട്ടൻ റേസ്. ഹബ്ബാണെങ്കിൽ ആ നാട്ടിലെ ബെസ്റ്റ് ഹോഴ്സ് റൈഡറുമായിരുന്നു. എന്നിട്ടും രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അവസാനം റേസ് ചെയ്ത് രണ്ടുപേരും കൂട്ടിമുട്ടി താഴെ വീഴും. ഹബ്ബ് ചാടി എണീറ്റ് എന്തിനും റെഡിയായി നിൽക്കുമ്പോൾ ദേ കിടക്കുന്നു നമ്മുടെ ജാസ്മിൻ. അങ്ങനെ അവർ ആദ്യമായി കണ്ടുമുട്ടി. കണ്ണും കോർത്ത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അങ്ങനെ അവരുടെ പ്രണയഗാഥ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്കൊരു വില്ലനെ വേണം. വില്ലനുണ്ട് സുഹൃത്തുക്കളെ, വില്ലനുണ്ട്. ഒരു ഷേക്ക്. ജാസ്മിനെ ആ ഷേക്കിന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് ജാസ്മിന്റെ അച്ഛൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ വേറെ ഒരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ഷേക്ക് ജാസ്മിനെ പിടിച്ചുകൊണ്ടുപോകും. അയാളെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് ജാസ്മിൻ തീരുമാനിക്കും. ഇതെല്ലാം അറിഞ്ഞ് അവിടെ വന്ന ഹബ്ബ് കാവൽക്കാരെ എല്ലാം തട്ടി ജാസ്മിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടും.
അവരങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ചു. കഥ തീർന്നു. പക്ഷേ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ എവിടെ? അവർക്ക് മക്കളൊന്നുമില്ലേ എന്ന സംശയം നിങ്ങൾക്ക് വന്നില്ലേ? അത് തന്നെയാണ് വോൾട്ടറിനും തോന്നിയത്. പക്ഷെ അതിന് മറുപടി പറയാൻ ഗാർത്തിന് എന്തോ മടി പോലെ. അപ്പോൾ എന്തോ നടന്നിട്ടുണ്ട്. ആ സമയമാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹബ്ബിന് ബോധം വരും. പുള്ളിയെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഹോസ്പിറ്റലിൽ നിന്നും അവർ നേരെ പോകുന്നത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവരവിടെ പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് പയ്യന്മാര് കൂക്കും വിളിയൊക്കെ ആയിട്ട് വന്ന് ഹബ്ബിന്റെ അടുത്ത് വെറുതെ ഷോ കാണിക്കും. എന്നിട്ട് അതിലൊരുത്തൻ ഹബ്ബിനോട് ചോദിക്കും, നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരമെന്ന്. ഹബ്ബ് അപ്പോൾ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയും, ഹബ് മെക്കാൻ 3 കോണ്ടിനെന്റുകളിലായി 2 വേൾഡ് വാറും കണക്കില്ലാത്തത്ര ചെറിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. വാളും പരിചയം മുതൽ ആർട്ടിലറിയും ടാങ്കും വരെയുള്ള യുദ്ധത്തിൽ ആയിരക്കണക്കിന് പട്ടാളക്കാരെ നയിച്ചിട്ടുണ്ട്. ലോകത്തൊരാളും കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നു, ഒരു പെണ്ണിനെ മാത്രം സ്നേഹിച്ചു. നിന്നെ പോലെ ഒരു പീറച്ചെക്കന് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞ് ഹബ്ബ് ആ ചെക്കനെ എടുത്തങ്ങ് എറിയും. പിന്നെ ഹബ്ബും ആ 4 പയ്യന്മാരും കൂടി മുട്ടനിടി. വോൾട്ടർ ഗാർത്തിനോട് പറയും, നിങ്ങളും പോയി സഹായിക്ക്, അവർ 4 പേരില്ലേ എന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരുത്തൻ പറന്നു പോകുന്നത് കാണും. എന്തായാലും ഹബ്ബ് എല്ലാവരെയും പഞ്ഞിക്കിരും. വോൾട്ടറിന് ഫൈറ്റിനിടയ്ക്ക് ഹബ്ബ് കുറച്ച് ട്രിക്കും പറഞ്ഞു കൊടുക്കും. ഹബ്ബിനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാത്തത് കൊണ്ട് നേരത്തെ വന്ന റിലേറ്റീവ്സ് അവരെ കാണാൻ അവരുടെ വീട്ടിലേക്ക് വരും. പക്ഷെ അവിടെ ആരെയും കാണില്ല. ആ വന്നതിലെ 2 നരുന്തകൾ പോയി നമ്മുടെ ജാസ്മിനെ ഇട്ടേക്കുന്ന കൂട് പൊളിക്കും. കൂട്ടിനകത്ത് സിംഹം കിടക്കുന്നത് കണ്ട് രണ്ടും കൂടി പേടിച്ചോടും. നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ പുറത്തെ കോൺഫീൽഡ് കണ്ടിട്ട് കാടിന്റെ നൊസ്റ്റാൾജി അടിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകും. സിംഹത്തിനെ കണ്ട് പേടിച്ച് അവരുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വോൾട്ടറും ഗാർത്തും അവരുടെ ട്രക്കിൽ അങ്ങോട്ടേക്ക് വരും. കൂടെ ഹബ്ബ് ഇടിച്ചു പറത്തിയ ആ പയ്യന്മാരും കൂടി അവരുടെ കാറിലും വരും. പിള്ളേര് സിംഹത്തിന്റെ കാര്യം പറയുന്നത് കേട്ട് ഞാനത് ജാസ്മിന് കഴിക്കാനൊന്നും കൊടുത്തില്ലെന്നും പറഞ്ഞ് കുറച്ച് ഇറച്ചിയും എടുത്ത് കൂട്ടിൽ കൊണ്ടിടുമ്പോഴാ ജാസ്മിൻ അവിടെ ഇല്ലെന്ന് മനസ്സിലാകുന്നേ. കോൺഫീൽഡിൽ നിന്ന് ജാസ്മിന്റെ സൗണ്ട് കേട്ട് വോൾട്ടർ അങ്ങോട്ടേക്ക് പോകും. അതേസമയം സിംഹം കൂട്ടിന്ന് പുറത്തു ചാടി നിറഞ്ഞ് അപ്പൂപ്പന്മാരും ടീമും തോക്കുമെടുത്ത് കോൺഫീൽഡിന്റെ അങ്ങോട്ടേക്ക് വരും. ഇത് എത്ര തോക്കാടാ! അവര് വന്ന് നോക്കുമ്പോൾ ജാസ്മിൻ വോൾട്ടറിന്റെ പുറത്ത് കയറി നിൽക്കുന്നതാവും കാണുന്നേ. പെട്ടെന്ന് ജാസ്മിനും വോൾട്ടറും കൂടി കോൺഫീൽഡിനകത്തേക്ക് പോകും. അപ്പൂപ്പന്മാരും ബാക്കിയുള്ളവരും തോക്കുമായിട്ട് അങ്ങോട്ടേക്ക് വരും. സിംഹമായതുകൊണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുക. അവിടെ നിൽക്കുന്ന നരുന്തുകളുടെ കയ്യിൽ വരെ ഉണ്ട് തോക്ക്. അവരെല്ലാവരും കൂടി സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ പതിയെ ആ കോൺഫീൽഡിനകത്തേക്ക് കയറും. അകത്ത് ചെന്ന് നോക്കുമ്പോൾ വോൾട്ടറും ജാസ്മിനും കൂടി കളിക്കുമായിരിക്കും. അവരങ്ങ് തിക് ഫ്രണ്ട്സായി. കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞ് അവരെല്ലാവരും കോൺഫീൽഡിന് പുറത്തേക്ക് വരും. ആ സമയം അതിലെ ലേഡി പറയും, ഈ പിശാച് ഇവിടെ ഉണ്ടെങ്കിൽ ഞാനും മക്കളും ഇവിടെ നിൽക്കില്ലെന്ന്. അതിന് നമ്മുടെ ഹബ്ബ് പറയും, എങ്കിൽ പിന്നെ നിന്ന് വിയർക്കണ്ട, വിട്ടോളാൻ. വീണ്ടും അപമാനിതയാക്കി പറഞ്ഞു വിട്ടു. ജാസ്മിൻ ആണെങ്കിൽ കോൺഫീൽഡ് കണ്ട് കാടിനെ ഓർമ്മ വന്നതുകൊണ്ട് അതിനകത്തങ്ങ് താമസമാക്കും. അന്ന് വൈകിട്ട് ഹബ്ബ് പുള്ളി പഞ്ഞിക്കിട്ട 4 പയ്യന്മാരെയും പിടിച്ചു നിർത്തി എങ്ങനെ ഒരു നല്ല ആൺകുട്ടിയാവണം എന്നുള്ള ഉപദേശം കൊടുക്കുമായിരിക്കും. അത് കണ്ട് വോൾട്ടർ ഗാർത്തിനോട് ചോദിക്കും, എനിക്കെന്നാ ഇനി ഈ ഉപദേശം കേൾക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഗാർത്ത് പറയും, നിനക്കത് കേൾക്കാൻ സമയമാകുമ്പോൾ നമ്മളുണ്ടെങ്കിൽ തീർച്ചയായും ഹബ്ബ് നിനക്കത് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ വാൾട്ടർ ചോദിക്കും, നമ്മൾ ഹബ്ബിന്റെ സ്റ്റോറി ഫിനിഷ് ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെ ഗാർത്ത് ബാക്കി കഥ പറയും. ഹബ്ബും ജാസ്മിനും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കും. പക്ഷെ ജാസ്മിനെ തട്ടിയെടുത്ത ദേഷ്യത്തിൽ ഷേക്ക് ഹബ്ബിനെ കൊല്ലാൻ അസാസിൻസിനെ വിൽക്കും. ഈ പിച്ചാത്തി വെച്ച് പല്ല് തുറക്കുന്നവനൊക്കെ ഒരു അസാസിനാണ്. ഇതേപോലെയുള്ള മക്കുണൻ അസാസിൻസിന്റെ ശല്യം കാരണം ഹബ്ബിനും ജാസ്മിനും ജീവിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരു ദിവസം ഗാർത്ത് ഒരു അസാസിന്റെ വേഷത്തിൽ ഹബ്ബിനെ പിടികൂടി എന്ന് പറഞ്ഞ് ഷേക്കിന്റെ മുന്നിൽ കൊണ്ടുപോകും. എന്നിട്ട് ഹബ്ബിനെ പിടിച്ചു കൊടുക്കുന്നവർക്കുള്ള സമ്മാനമായ 10,000 സ്വർണ്ണ നാണയവും വാങ്ങും. ശേഷം ഗാർത്ത് വോൾട്ടറിനോട് പറയും, അവിടെ നിന്ന് ഹബ്ബിനെ ശിക്ഷിക്കാനായിട്ട് തടവറയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവന്മാരെ എല്ലാം കൊന്ന് ഹബ്ബിനെയും രക്ഷിച്ചു, അതും കയ്യിലെ ഒരു സ്വർണ്ണ നാണയം പോലും താഴെ വീഴാതെ. അത് കേട്ട് വോൾട്ടർ ചോദിക്കും, എന്തോ എങ്ങനെ? അപ്പോൾ അത് കേട്ട് ഗാർത്ത് പറയും, അല്ല ഹബ്ബും കുറച്ച് സഹായിച്ചിരുന്നു. ഹബ്ബ് സഹായിക്കുമല്ല, ഹബ്ബാണ് എല്ലാം ചെയ്തത്. അണ്ണൻ അവിടെ സ്വർണ്ണ നാണയം പിടിച്ച് വെറുതെ നോക്കി നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് ഹബ്ബ് പോയി ഷെയ്ക്കിനെ കണ്ടുപിടിച്ച് പുള്ളിയോട് യുദ്ധം ചെയ്ത് തോപ്പിക്കും. കൊല്ലാതിരിക്കാൻ വേണ്ടി പുള്ളി പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങുന്നുണ്ട്. അപ്പോൾ ഹബ്ബ് പറയും, ഇനി മേലാൽ നീ ഞങ്ങളുടെ പുറകെ വരരുത്, വന്നാൽ നീ തീർന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നെ ഹബ്ബിന് നേരെ അസാസിനേഷൻ അറ്റംപ്റ്റ് ഒന്നും നടന്നിട്ടില്ല. ഒന്നുകിൽ ഹബ്ബിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഷേക്കിനെ ജീവനോടെ വിട്ടതിന്റെ നന്ദി കാരണം.
അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹബ്ബ് മറ്റു പയ്യന്മാർക്ക് ഉപദേശവും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് അങ്ങോട്ടേക്ക് വരും. ഹബ്ബിന് അന്നത്തെ ദിവസം ഫൈറ്റും സിംഹത്തിനെ ചേസിങ്ങും ഒക്കെ ആയിട്ട് ഫുള്ള് അഡ്വഞ്ചറസ് ആയിരുന്നെങ്കിലും വയസ്സാവുന്നതിനനുസരിച്ച് ജീവിക്കാൻ ഒരു പർപ്പസ് ഇല്ലാത്തതിലും യൂസ്ലെസ് ആയി പോകുമോ എന്നൊക്കെയുള്ള വിഷമമായിരുന്നു. അത് വോൾട്ടറിനും ഗാർത്തിനും മനസ്സിലാകും. ഹബ്ബ് പോയ ശേഷം വോൾട്ടർ കഥയുടെ ബാക്കി ഗാർത്തിനോട് ചോദിക്കും. അപ്പൊ പുള്ളി പറയും, ഇനി നിനക്ക് ജാസ്മിനെ പറ്റി അറിയണമെങ്കിൽ നീ ഹബ്ബിനോട് തന്നെ ചോദിക്കാം. അടുത്ത ദിവസം വോൾട്ടർ നോക്കുമ്പോൾ ഹബ്ബ് ഒരു എയ്റോപ്ലെയിനെ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്നതാ കാണുന്നത്. ഹബ്ബിനാണെങ്കിൽ അത് ഓടിക്കാനും അറിയില്ല. പിന്നെ ഇത് എങ്ങനെ ഓടിക്കുമെന്ന് ഗാർത്ത് ചോദിക്കുമ്പോൾ ഹബ്ബ് പറയും, അതൊക്കെ ഞാൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കി പഠിക്കാമെന്ന്. നൈസ്. മറ്റേ മല കണ്ടാൽ പൊക്കുക, കര കണ്ടാൽ തക്കുക സെറ്റപ്പ്. എന്തായാലും അന്ന് മുതൽ ഹബ്ബ് ഫ്ലൈറ്റ് റെഡിയാക്കാനുള്ള പണിത്തിരക്കിലായിരിക്കും. അത് നോക്കിയിരിക്കുന്ന വോൾട്ടറിനോട് ഗാർത്ത് ചോദിക്കും, നീ ജാസ്മിനെ പറ്റി ഹബ്ബിനോട് ചോദിച്ചോ എന്ന്. അതിന് വോൾട്ടർ ഇല്ല എന്ന് പറയുമ്പോൾ ഗാർത്ത് പറയും, എങ്കിൽ വേഗം ചോദിക്കുന്നതാ നല്ലതെന്ന്. കാരണം ഹബ്ബിനാണെങ്കിൽ ജീവിച്ച് മതിയായ അവസ്ഥയായിരുന്നു. ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ കാണിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ അന്ന് രാത്രി ഹബ്ബ് ഉറക്കത്തിൽ നടന്ന് ലേക്കിനടുത്ത് പോയി നിൽക്കുമ്പോൾ വോൾട്ടർ ഒരു ബ്ലാങ്കറ്റുമായിട്ട് ചെല്ലും. എന്നിട്ട് അത് ഹബ്ബിന് ചൂടിക്കൊടുത്തിട്ട് തട്ടി വിളിക്കും. പുള്ളി ഞെട്ടി ഉണർന്ന് വോൾട്ടറിനോട് ചോദിക്കും, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ വാൾട്ടർ, ജാസ്മിൻ എവിടെ, ജാസ്മിൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണമെന്ന് പറയാൻ പറയും. പാവം ജാസ്മിൻ ചൈൽഡ് ബർത്തിനിടയ്ക്ക് മരിച്ചതായിരുന്നു, കൂടെ കുഞ്ഞ്. അതിനുശേഷം ഹബ്ബ് വീണ്ടും ഫ്രഞ്ച് ലീജിയനിലേക്ക് തന്നെ പോകും. പിന്നെയുള്ള 40 വർഷം എനിക്ക് ജയിക്കാൻ ഒരു യുദ്ധം എന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സായി, എനിക്ക് ജീവിക്കാൻ ഒരു പർപ്പസ് ഇല്ല എന്ന് ഹബ്ബ് പറയും. അത് കേട്ട് വോൾട്ടർ ചോദിക്കും, നിങ്ങൾ ആഫ്രിക്കയിൽ പോയെന്നൊക്കെ എന്നോട് പറഞ്ഞ കഥകൾ സത്യമാണല്ലേ എന്ന്. വോൾട്ടറിന് നല്ല ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം അവന്റെ അമ്മ എന്നും അവനോട് കള്ളമാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ പോലും കോളേജിൽ പഠിക്കാൻ പോകുന്നെന്ന് കള്ളം പറഞ്ഞാണ് വോൾട്ടറിനെ അമ്മ അവന്റെ അങ്കിളിന്റെ അടുത്താക്കി ലാസ് വേഗസിൽ കറങ്ങാൻ പോയത്. പക്ഷെ വോൾട്ടറിന് എന്തോ ഹബ്ബിന്റെയും ഗാർത്തിന്റെയും ആഫ്രിക്കൻ കഥകളിൽ വിശ്വാസം തോന്നി തുടങ്ങിയിരിക്കുന്നു. വോൾട്ടറിന്റെ ചോദ്യം കേട്ട് ഹബ്ബ് അവനോട് പറയും, ഞാൻ വലിയ പയ്യന്മാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, എങ്ങനെ നല്ലൊരു ആൺകുട്ടിയാവണമെന്നത്. മനുഷ്യരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ലവരായിരിക്കും. നമ്മുടെ ആദരവും ധൈര്യവും ഗുണങ്ങളുമായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പണവും പവറും ഒന്നുമല്ല, നന്മയെന്നും തിന്മയെ ജയിക്കും. യഥാർത്ഥ സ്നേഹം ഒരിക്കലും മരിക്കില്ല എന്ന്. ഈ കാര്യങ്ങളൊന്നും നീ ഒരിക്കലും മറക്കരുതെന്ന് ഹബ്ബ് വാൾട്ടറിനോട് പറയും. കാരണം ഇത് സത്യമാണോ കള്ളമാണോ എന്നതിൽ കാര്യമില്ല, ഇതൊക്കെ വിശ്വസിച്ചിരിക്കാനും മാത്രം മൂല്യമുള്ളവയാണെന്ന്. ഇത് കേട്ട് വോൾട്ടർ ഹബ്ബിനോട് ചോദിക്കും, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന്. അതിന് ഹബ്ബ് പറയും, അത് നീ വളർന്ന് ഒരു വലിയ പയ്യനാവുമ്പോൾ എന്ന്. എങ്കിൽ എനിക്ക് വലുതാവുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് പ്രോമിസ് ചെയ്യാൻ ഹബ്ബിനോട് വോൾട്ടർ പറയും. അപ്പോൾ ഹബ്ബ്, അത് പറ്റില്ല, ഞാൻ എഴുതി തരാം, അത്രയും കാലം ജീവിക്കാനൊന്നും എനിക്ക് വയ്യെന്ന് വോൾട്ടറിനോട് പറയും. അതിന് വോൾട്ടർ കരഞ്ഞുകൊണ്ട് ചോദിക്കും, നിങ്ങൾ എന്റെ അങ്കിളല്ലേ, എന്നെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. അങ്കിള് ജാസ്മിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അങ്കിള് നമ്മളെല്ലാം വിട്ടുപോയാൽ നമ്മളും അങ്കിളിനെ അതുപോലെ തന്നെ മിസ് ചെയ്യുമെന്ന് പറയും. അവസാനം ഹബ്ബ് വാൾട്ടറിന് വാക്ക് കൊടുക്കും. വാൾട്ടർ വലുതായി എല്ലാ പയ്യന്മാർക്കും കൊടുക്കുന്ന ആ സ്പീച്ച് വാൾട്ടറിനും കൊടുത്തിട്ടേ ഹബ്ബ് മരിക്കൂ എന്ന്. അത് കേട്ട സന്തോഷത്തിൽ വാൾട്ടർ അങ്കിളിനെ കെട്ടിപ്പിടിക്കും. അമ്മാവന്റെയും അനന്തരവന്റെയും സ്നേഹം. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഹാപ്പി ഡേയ്സ്, ഗാർഡനിങ്ങും ഫാമിങ്ങും ഫിഷിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി വോൾട്ടർ നോക്കുമ്പോൾ ഗാർത്ത് പുറത്തെ ഷെഡിലേക്ക് പോകുന്നത് കാണും. അതെന്തിനാന്നറിയാൻ വോൾട്ടർ പുറകെ പോകും. അവിടെ ഗാർത്ത് ഷെഡിനടിയിൽ ഒരു സീക്രട്ട് അറ തുറന്ന് അതിൽ നിന്നും പൈസ എടുക്കുന്നത് വോൾട്ടർ കാണും. ഗാർത്ത് പോകുന്നത് വരെ അവിടെ ഒളിച്ചിരുന്നിട്ട് പോയി കഴിഞ്ഞ് വോൾട്ടർ ആ സീക്രട്ട് ബേസിൽ ഇറങ്ങി നോക്കുമ്പോൾ മുഴുവൻ നോട്ട് കെട്ടുകൾ, അതും ബാങ്കിന്റെ തന്നെ ബാഗിൽ. ആദ്യം കാണുന്നവർക്ക് ബാങ്ക് കൊള്ളയടിച്ച പണമാണോ എന്ന് വരെ തോന്നും. മാത്രമല്ല നാട്ടിൽ അങ്ങനെ ഒരു സംസാരവുമുണ്ട്. അത്രയും പൈസ കണ്ടതിന് ശേഷം നമ്മുടെ വോൾട്ടറിനും അങ്ങനെ ഒരു സംശയം തോന്നി തുടങ്ങും. ഈ സംഭവത്തിന് ശേഷം ഒരു രാത്രി വോൾട്ടറിന്റെ അമ്മ തിരിച്ചു വരും. അമ്മ വന്നത് കണ്ട് വോൾട്ടർ ഓടിച്ചെല്ലും. അവന്റെ അമ്മയുടെ കൂടെ വേറൊരാളും ഉണ്ടാവും. സ്റ്റാൻ എന്നാണ് അയാളുടെ പേര്. അവർ രണ്ടുപേരും കൂടി വോൾട്ടറിനെ വിളിച്ചിരുത്തിയിട്ട് പറയും, സ്റ്റാൻ ഒരു ഡിറ്റക്റ്റീവാണ്, പുള്ളി അന്വേഷിക്കുന്ന ഒരു ബാങ്ക് റോബറി കേസിലെ പ്രതികളാണ് ഹബ്ബും ഗാർത്തുമെന്ന്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള പണമെല്ലാം കണ്ടെത്തണമെന്ന് പറയും. അത് കേട്ട് വോൾട്ടർ പറയും, ഇതൊന്നും സത്യമല്ല, അപ്പൊ പിന്നെ ജാസ്മിനോ, ജാസ്മിന്റെ ഫോട്ടോ അവരുടെ കയ്യിലുണ്ടല്ലോ എന്ന്. അതിന് സ്റ്റാൻ വീണ്ടും ഒരു കള്ളക്കഥയുണ്ടാക്കും. ജാസ്മിൻ ഹബ്ബും ഗാർത്തും റോബറി കഴിഞ്ഞ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറിന്റെ ഡ്രൈവറാണെന്ന്. ജാസ്മിന് റോബറിക്കിടെ പരിക്ക് പറ്റിയപ്പോൾ ഹബ്ബും ഗാർത്തും അവളെ ഉപേക്ഷിച്ചു പോയെന്ന് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ വോൾട്ടറിന് ഫുള്ള് കൺഫ്യൂഷൻ ആവും. ആരെ വിശ്വസിക്കണം എന്നറിയാത്ത അവസ്ഥ. അവർ രണ്ടുപേരും കൂടി വോൾട്ടറിനെയും വിളിച്ച് വീടിന് പുറത്തേക്ക് പോകും. എന്നിട്ട് അവനോട് പറയും, ഇപ്പൊ നീ ആ പൈസ എല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന്
പറഞ്ഞാൽ നമുക്ക് ആ പൈസ വെച്ച് ഒരു വീടൊക്കെ വാങ്ങി അടിപൊളിയായി ജീവിക്കാമെന്ന്. അപ്പോൾ വാൾട്ടർ അറിയാതെ ആ ഷെഡിന്റെ അങ്ങോട്ടേക്ക് നോക്കിപ്പോകും. അത് സ്റ്റാൻ ശ്രദ്ധിക്കും. സ്റ്റാൻ വാൾട്ടറിനെയും വിളിച്ച് അവന്റെ അമ്മയെ വീടിനകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഷെഡിനടുത്തേക്ക് പോകും. ഷെഡിനകത്തെത്തിയിട്ട് ഈ കള്ള കാവറയ്ക്ക് നമ്മുടെ ചെക്കനെ ഇടിക്കും. എന്നിട്ട് കോളറിനെ കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തും. പക്ഷെ വാൾട്ടർ സ്റ്റാനിട്ടൊരു തട്ടും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടും. എന്നാൽ സ്റ്റാൻ അവനെ പിടിക്കും. എന്നിട്ട് വാൾട്ടറിനെ അടിക്കാൻ തുടങ്ങും. ഇത് കോൺഫീൽഡിൽ കിടക്കുന്ന നമ്മുടെ ജാസ്മിൻ കേൾക്കും. ജാസ്മിൻ വാൾട്ടറിന്റെ കരച്ചിൽ കേട്ട് ഓടി വരും. ഓടി വന്ന് സ്റ്റാനെ വാൾട്ടറിന്റെ പുറത്തു നിന്നും തട്ടിയിട്ട് നല്ലത് കൊടുക്കും. പക്ഷെ ആ ബഹളത്തിനിടയ്ക്ക് നമ്മുടെ പാവൻ ജാസ്മിൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. പാവം. അവസാന നിമിഷം ജാസ്മിൻ ഒരു യഥാർത്ഥ സിംഹത്തിനെ പോലെ സ്വന്തം കുഞ്ഞായ വാൾട്ടറിനെ രക്ഷിക്കാൻ വേണ്ടി പോരാടി. ജാസ്മിൻ നല്ല പ്രായമുള്ളൊരു സർക്കസ് സിംഹമായിരുന്നു. വാൾട്ടർ ജാസ്മിനെ മടിയിലെടുത്ത് വെച്ച് കരയുമ്പോൾ ബഹളം കേട്ടുവന്ന ഹബ്ബും ഗാർത്തും അവനെ സമാധാനിപ്പിക്കും. സ്റ്റാൻ ആണെങ്കിൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടും. അടുത്ത ദിവസം അവിടെ അവർ 3 പേരും കൂടി ചേർന്ന് ജാസ്മിനെ കോൺഫീൽഡിൽ തന്നെ അടക്കം ചെയ്യും. അപ്പോഴേക്കും നേരിയ പരിക്കുകളോടെ ഹോസ്പിറ്റലിലേക്ക് പോയ സ്റ്റാനെയും കൊണ്ട് വാൾട്ടറിന്റെ അമ്മ വരും. വാൾട്ടറിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാൻ. നേരിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട സ്റ്റാനെ നമ്മുടെ ഹബ്ബും ഗാർത്തും ഒന്ന് വന്ന് കാണും. വാൾട്ടറിന് കൊടുത്തത് തിരിച്ചു കൊടുക്കാൻ. വാൾട്ടറിന് അവിടം വിട്ടു പോകുന്നതിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൻ പോകുന്നതിൽ ഹബ്ബിനും ഗാർത്തിനും അങ്ങനെ തന്നെ. പോകുന്നതിന് മുന്നേ സ്റ്റാനെ എന്ത് ചെയ്യാനാ ഉദ്ദേശമെന്ന് ഗാർത്ത് ചോദിക്കും. അപ്പോൾ വാൾട്ടറിന്റെ അമ്മ പറയും, സ്റ്റാനെ ലാസ് വേഗസിലാക്കിയിട്ട് ഞങ്ങൾ പോകുമെന്ന്. അങ്ങനെ വാൾട്ടർ ഹബ്ബിനും ഗാർത്തിനും ഒരു ഹഗ് ഒക്കെ കൊടുത്തിട്ട് ഹബ്ബിന്റെ സ്പീച്ച് കേൾക്കാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഹബ്ബും ഗാർത്തും വാൾട്ടർ പോകുന്നത് നോക്കി നിൽക്കും. കൂടെ നമ്മുടെ പട്ടിക്കുട്ടന്മാരും. ആ സ്ത്രീ ഒരിക്കലും വാൾട്ടറിനെ പോലെ ഒരു കുട്ടിയെ ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് ഹബ്ബ് പറയും. പക്ഷേ അവര് വിചാരിച്ച അമ്മയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ തട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ. കാറിൽ കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് വാൾട്ടർ ചോദിക്കും, സ്റ്റാനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അപ്പോൾ അവന്റെ അമ്മ പറയും, അത് പിന്നെ മോനെ, സ്റ്റാന്റെ ഈ അവസ്ഥയിൽ അയാളെ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്ന്. അത് കേൾക്കുമ്പോൾ വാൾട്ടർ മനസ്സിലാകും പണി പാളിയെന്ന്. അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എടുത്ത് ചാടി ഓടും. അവന്റെ അമ്മയും കൂടെ ഓടി വാൾട്ടറിനെ പിടിച്ചു നിർത്തും. അപ്പോൾ വാൾട്ടർ അമ്മയോട് ചോദിക്കും, ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷവും അമ്മയ്ക്ക് അയാളുടെ കൂടെ പോകണമല്ലേ എന്ന്. വാൾട്ടർ അവന്റെ അമ്മയോട് പറയും, എനിക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ഒരു കാര്യം ചെയ്യണം, എന്നെ അങ്കിളിന്റെ കൂടെ നിൽക്കാൻ അനുവദിക്കണമെന്ന്. അവസാനം അമ്മ അതിന് സമ്മതിക്കും. അങ്ങനെ വാൾട്ടർ വീണ്ടും തിരിച്ച് ഹബ്ബിന്റെയും ഗാർത്തിന്റെയും അടുത്തേക്ക് വരും. അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം ഹബ്ബിന്റെയും ഗാർത്തിന്റെയും മരണവാർത്ത അറിഞ്ഞ് വാൾട്ടർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുന്നു. വാൾട്ടർ ഇപ്പോൾ ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. അവന്റെ കഥാപാത്രങ്ങളാണെങ്കിൽ അവനും അവന്റെ ജാസ്മിൻ സിംഹവും കോൺഫീൽഡും ഹബ്ബും ഗാർത്തും അവരുടെ വീടുമൊക്കെ. തിരിച്ച് വീട്ടിലെത്തിയ വാൾട്ടറിനെയും കാത്ത് അവിടുത്തെ ഷെരീഫ് നിൽപ്പുണ്ടായിരുന്നു. പുള്ളി ഹബ്ബും ഗാർത്തും എങ്ങനെയാണ് മരിച്ചതെന്ന് വാൾട്ടറിന് കാണിച്ചു കൊടുക്കും. ഹബ്ബും ഗാർത്തും കൂടി അവരുടെ ഫ്ലൈറ്റ് തലകീഴായിട്ട് അവിടുത്തെ ഷെഡിൽ കൂടി പറത്താൻ നോക്കി അവിടെ പോയി ഇടിച്ചു. ഹബ്ബിന്റെയും ഗാർത്തിന്റെയും വില്ല് ഷെരീഫ് വാൾട്ടറിന് കൊടുക്കും. അവർക്കുള്ളതെല്ലാം വാൾട്ടറിന് എന്നായിരുന്നു അതിൽ. പിന്നെ അടക്കം ചെയ്യുന്നത് ആ കോൺഫീൽഡിൽ ജാസ്മിൻ സിംഹത്തിന്റെ അടുത്തായിട്ടും. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചോപ്പർ വരും. അതിൽ വെസ്റ്റേൺ സഹാറ പെട്രോളിയം എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ പഴയ ഷേക്കില്ലേ, പുള്ളിയുടെ ചെറുമകനും അയാളുടെ കുട്ടിയും. ഹബ്ബിനെയും ഗാർത്തിനെയും പറ്റി എപ്പോഴും അപ്പൂപ്പൻ പറയുമായിരുന്നു എന്ന് പുള്ളി വാൾട്ടറിനോട് പറയും. ഹബ്ബും ഗാർത്തും മരിച്ച വാർത്ത ന്യൂസിൽ കണ്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നത്. വാൾട്ടറിനെ ഹബ്ബും ഗാർത്തുമാണ് വളർത്തിയതെന്നറിഞ്ഞ് വന്ന പുള്ളിക്ക് ഭയങ്കര സന്തോഷമാവും. ആ സമയം കൂടെ വന്ന കുട്ടി പയ്യൻ ചോദിക്കും, അപ്പോ മുത്തശ്ശന്റെ കഥയിലെ ആ 2 പേരും യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. അതിന് വാൾട്ടർ പറയും, അപ്പോൾ അതാണ് നമ്മുടെ മൂവിയുടെ അവസാനം, ദ സെക്കൻഡ് ഹാൻഡ് ലയൺസ്. ഒരുപാട് വയലൻസും ബ്ലഡ് ഷെഡൊന്നും ഇല്ലാത്ത നല്ലൊരു മൂവിയാണിത്. നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള മുത്തപ്പന്മാരും മുത്തമ്മമാരും ആണെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു മൂവിയാണിത്. അല്ല, നിങ്ങൾ കുട്ടികളുടെ മനസ്സുള്ള മുത്തപ്പന്മാരും മുത്തമ്മമാരും ആണെങ്കിൽ നിങ്ങൾക്കും കാണാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള മൂവീസ് നിങ്ങൾക്കറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.